ഒരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് പേയ്മെന്റ് ഗേറ്റ്വേ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട പേയ്മെന്റ് ഗേറ്റ്വേസ്. ഒന്ന് ഇൻസ്റ്റാമോജോ, അതേപോലെ ഫോൺ പേ, അതേപോലെ തന്നെ റേസർ പേ, ഇന്റർനാഷണൽ പേയ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രൈപ്സ്. അപ്പോൾ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റേസർ പേയിൽ വന്നു. റേസർ പേ എന്ന് പറഞ്ഞ പേയ്മെന്റ് ഗേറ്റ്വേയിൽ ആദ്യം തന്നെ നമ്മൾ racerpay.com പോയി സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. 10 നമ്പർ നമ്മുടെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ OTP കിട്ടും. OTP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മളെ വെബ്സൈറ്റ് ആണോ, ഓൺലൈൻ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ഓൺലൈൻ വെബ്സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെബ്സൈറ്റ് ത്രൂ ആണ് പേയ്മെന്റ് ഗേറ്റ്വേ സെറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുക്കാം. വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അവർക്ക് വെബ്സൈറ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെബ്സൈറ്റ് വെരിഫൈ ചെയ്തവരത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാൻ നമ്പറാണ് ചോദിക്കുന്നത്. നമ്മളെ വ്യക്തിയുടെയോ അല്ല ബിസിനസിന്റെ പാൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മൾ എന്ത് കാറ്റഗറി ആണ് നമ്മുടെ ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ KYC വെരിഫിക്കേഷൻ ആണ്. അതിനുവേണ്ടി നമുക്ക് ബാങ്ക് അക്കൗണ്ട് തെളിയിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ് കൊടുക്കണം. പിന്നെ GST നമ്പർ കൊടുക്കണം. GST നമ്പർ മാൻഡേറ്ററി ആണ്. GST നമ്പർ വെരിഫിക്കേഷൻ കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് നമ്മുടെ വോട്ടർ ID, ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം. പിന്നെ ബിസിനസ് ഡോക്യുമെന്റ് ചോദിക്കുന്നുണ്ട്. അതിപ്പോ നമ്മുടെ GST സർട്ടിഫിക്കറ്റ് മതിയാവും. അപ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു API കിട്ടും. ഈ പേയ്മെന്റ് ഗേറ്റ്വേയുടെ നമ്മുടെ വെബ്സൈറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് വർക്ക് ആവുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പബ്ലിക്കലി അത് ലോഞ്ച് ചെയ്യാം. നമ്മൾക്ക് പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വെബ്സൈറ്റിൽ ആളുകൾക്ക് ഓൺലൈൻ ത്രൂ പേയ്മെന്റ് പണം അടച്ച് പ്രോഡക്റ്റോ സർവീസോ വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുക. COD കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ റിട്ടേൺ കൂടുതലായിരിക്കും. പ്രോഡക്റ്റ് നമുക്ക് തിരിച്ച് റിട്ടേൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മളുടെ സമയനഷ്ടം, കൊറിയർ ചാർജ് നഷ്ടം, പാക്കിങ്ങിന്റെ കോസ്റ്റ് നഷ്ടം, അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ അതിനകത്ത് ഫേസ് ചെയ്യും. അപ്പോൾ പേയ്മെന്റ് ഗേറ്റ്വേ എടുത്ത് പ്രോപ്പറായിട്ട് തന്നെ e-commerce ബിസിനസ് റൺ ചെയ്യാം. e-commerce ബിസിനസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെങ്കിലൊക്കെ എനിക്ക് DM ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.